പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വചനഭാഗം. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. ഇവിടെ ലൂക്കോസ് പൗലോസിന്റെ കൂടെ നടന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകളെല്ലാം തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി. അതുകൊണ്ടാ ഈ ചരിത്രം എഴുതുമ്പോൾ 3-ാമത്തെ വചനത്തിൽ പറയാം, യേശു ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ ശിഷ്യന്മാർക്ക് തന്നെ ഇത് വെളിപ്പെടുത്തി കൊടുത്തുവെന്ന്. പത്രോസും കൂട്ടുകാരും തിബിരിയോസ് എന്ന കടൽ തീരത്തിലേക്ക് പത്രോസ് പഴയ വള്ളവും വലയുമായി കടന്നു പോകുമ്പോഴാണ് യേശു മരിച്ചുയർത്ത് അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. രാത്രി മുഴുവൻ വല വീശിയിട്ടൊന്നും കിട്ടാത്ത പത്രോസിന്റെ അടുക്കൽ ജീവനുള്ള കർത്താവ് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന തെളിവോടുകൂടെ വലത്തുവശത്ത് വലയിറക്കാൻ പറഞ്ഞ് മീനെ പിടിച്ച് ആ മീനും ചുട്ട അപ്പവും കൊടുത്ത് അവരോട് കൂടെ ഇരുന്ന് പ്രാതൽ കഴിക്കുന്ന ഒരു അനുഭവം അപ്പസ്തോലന്മാർക്കുണ്ടാകാൻ ദൈവം ഇടയാക്കി. യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരിക്കെ അവരുടെ നടുവിലേക്ക് കടന്നു വന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറിയയ്ക്കും കൂടെയുള്ളവർക്കെല്ലാം യേശു പ്രത്യക്ഷനായിക്കൊണ്ട് താൻ മരിച്ച് ഉയർത്തു കടന്നു വന്നിരിക്കുന്നുവെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്തിനാ യേശു ഉയർത്ത് അവരുടെ അടുക്കിലേക്ക് വന്നത്? യേശു മരിച്ചിട്ടില്ല. മരിച്ച യേശു ആ മരണത്തെ ജയിച്ച് അവൻ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നു എന്ന സത്യം ഈ ലോകം മുഴുവൻ അറിയണം. അതിനുവേണ്ടിയാണ് യേശു ഉയർത്ത് അവരുടെ അടുക്കിലേക്ക് കടന്നു വരാൻ ദൈവം ഇടയാക്കിയത്. യേശു പറയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ നിങ്ങളുടെ കൂടെ വരും. അതുകൊണ്ട് ആ ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നത്, പിന്നെ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്, നിങ്ങൾ ഒരു മനസ്സോടെ ഒന്നിച്ചിരിക്കണം. ഞാൻ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയുള്ളൂ എന്ന് യേശു ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് അവർ കണ്ടു. എന്നിട്ട് അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ കർത്താവ് ഒരുക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ് നമുക്ക് കർത്താവ് വചനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളിലൂടെ എല്ലാം കർത്താവ് തരുമ്പോൾ, കർത്താവ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ ദൈവം ഇടയാക്കുന്നത്. അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായവന്റെ മുടന്ത് മാറുന്നു. അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യന്റെ അവന്റെ അന്ധത മാറി അവന് കാഴ്ച കൊടുക്കുന്നു. വാൾവിന് തകരാറുള്ള വ്യക്തിയുടെ വാൾവ് മാറ്റി പുതിയ വാൾവ് കൊടുത്ത് അവനെ സുഖപ്പെടുത്തി ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നു. ക്യാൻസർ ആയ മനുഷ്യന്റെ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് അവന് സൗഖ്യം കൊടുത്ത് അവനെ കർത്താവിന്റെ കൃപയിൽ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ ശക്തി പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവർ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ സുഖപ്പെടുത്തുവാനും എന്നെ അനുഗ്രഹിക്കുവാനും എന്റെ ആവശ്യങ്ങൾ നടത്തുന്ന ഒരു കർത്താവ് എന്റെ നടുവിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. യഹൂദന്മാർ അവനെ കൊന്നു, ഇനി അവൻ എഴുന്നേറ്റ് വരികയില്ല എന്നല്ല. യേശു മരിച്ചു, അവനെ അടക്കം ചെയ്ത ശേഷം ശിഷ്യന്മാര് അവന്റെ കല്ലറയിൽ പോയി നോക്കുമ്പോൾ അവനെ അവിടെ കണ്ടില്ല. ഇന്ന് യേശുവിനെ അടക്കിയ കല്ലറ ഇന്ന് ശൂന്യമായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു ഇന്ന് നമ്മുടെ കൂടെയാ പ്രിയമുള്ളവരെ ഉള്ളത്. യേശു പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അവന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ചുകൂടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച്
പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ അപ്പസ്തോല പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരാതെ നമുക്ക് ഒരു കഴിവോ ഒരു ശക്തിയോ ഒന്നും ഇല്ല പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നാൽ യേശുവിന്റെ വചനത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരും. യേശു ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ആ ജീവൻ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തെല്ലാം പ്രശ്നമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, വിഷമമുണ്ടോ, അതെല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പം മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കും. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.